ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ആയാലോ. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കണം. ഞാനിത് അരക്കപ്പ് മിൽക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനീഗറും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഓൾറെഡി ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ബട്ടർ മിൽക്ക് ഒഴിച്ചാൽ മതി. ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, കൂടുതൽ ചേർക്കേണ്ട കൊക്കോ പൗഡർ, ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം ബേക്കിംഗ് സോഡയും മൈദയും ഒക്കെ. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഇത് ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഒരു ക്രീമി പരുവത്തിൽ ആക്കിയെടുക്കണം. ഓൾറെഡി ഇത് റൂം ടെമ്പറേച്ചറിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടും. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ പൗഡർ, പൊടിച്ച പഞ്ചസാരയാണ്. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റാക്കി എടുക്കുക. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെഷർമെൻറ്റൊക്കെ കറക്റ്റായിരിക്കണം, മൈദ ബേക്കിംഗ് സോഡ അതൊക്കെ. പിന്നെ മധുരം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് ഷുഗർ പൗഡർ ചേർത്താലും കുഴപ്പമില്ല. ഈ ഒരളവ് കറക്റ്റാണ്. ഞാൻ 1/4 കപ്പാണ് ഷുഗർ പൗഡറാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കുക. 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒന്നിച്ച് ചേർക്കണ്ട. എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. ചെറിയ മുട്ട നോക്കി എടുക്കാൻ നോക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നേരത്തെ മിക്സാക്കി വെച്ച മൈദാക്കൂട്ട് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കുറേശ്ശെയായി ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം മിക്സാക്കി കൊടുക്കണം. ഇലക്ട്രിക് ബീറ്റർ വെച്ചും മിക്സാക്കി കൊടുക്കാം. ലോ സ്പീഡിൽ മിക്സാക്കി കൊടുത്താൽ മതി. ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഫാസ്റ്റാക്കി കാണിക്കുന്നതാണ്. സ്ലോ ആയിട്ട് മിക്സാക്കി കൊടുത്താൽ മതി, എന്നാലേ നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ മെഷർമെൻറ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കണം, ഐസിങ് കളറ്. ഞാനിത് സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ജെൽ കളറാകുമ്പോൾ 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ബേക്കിംഗ് ചെയ്യാനുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ആക്കി കൊടുക്കുക. ഇത് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ബട്ടറൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നാണ്. ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ബേക്കിംഗ് ചെയ്തെടുക്കാം. OTG ഓവൻ ആണെങ്കിൽ 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്കിംഗ് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം, അതിന് മുമ്പ് തുറക്കരുത്. പിന്നെ ഗ്യാസ് സ്റ്റൗവിലും ചെയ്തെടുക്കാം. വെക്കുന്ന പാത്രം നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ സമയം സെയിമാണ്, 30 to 40 മിനിറ്റ്സ്. ഇതിപ്പോൾ ബേക്കായിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ബേക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിവിടെ തണുക്കട്ടെ. നമുക്ക് ഈ സമയം കൊണ്ട് ഇതിനുള്ള ഐസിങ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചീസ് ക്രീം ഡയറി ക്രാഫ്റ്റിൻ്റെയാണ്. ഇത് അധികം സോൾട്ട് ഇല്ലാത്ത ക്രീമാണ്. ഇത് 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റാക്കി കൊടുക്കുക. ചീസ് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ചീസായിരിക്കണം. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം വിപ്പാക്കിയെടുക്കാം. ഞാനിത് സ്റ്റാർ വിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് പരിചയമുള്ള വിപ്പിംഗ് ക്രീം എടുക്കണം. അതുപോലെ വിപ്പിംഗ് ക്രീമിന് നല്ല കൂൾഡും ഉണ്ടായിരിക്കണം. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വിപ്പാക്കിയെടുക്കാം. പിന്നെ ബാലൻസ് ഉള്ള വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ആക്കാം. വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉണ്ട്. വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിപ്പാക്കുന്ന പാത്രം എപ്പോഴും കുഴിയുള്ള പാത്രം എടുക്കണം, എന്നാലേ നന്നായി വിപ്പായി കിട്ടത്തുള്ളൂ.
പിന്നെ അതുപോലെ കുറേ വലിയ പാത്രവും എടുക്കരുത്. മാക്സിമം ഒരു 10-12 മിനിറ്റ് വിപ്പാക്കിയാൽ മതി. ഇതിപ്പോൾ നല്ല വിപ്പായില്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടെ വിപ്പാക്കിയെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നേരത്തെ വിപ്പാക്കി വെച്ച ക്രീം ചീസ് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു സ്പാച്ചില വെച്ച് മിക്സാക്കിയാൽ മതി. ക്രീം ചീസ് ചേർക്കാതെയും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് റെഡ് വെൽവെറ്റിന് ഈ ഒരു ടേസ്റ്റാണ് മാച്ചിങ് ആയിട്ട് തോന്നിയത്. ഇനി ഇത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ലെയറാക്കി എടുക്കണം. ഒരു 2-3 ലെയറാക്കി എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കേക്ക് എടുത്ത് ഞാൻ നന്നായി ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അവസാനം ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പാക്കി കൊടുക്കുക. ഒരു 1/4 കപ്പ് ഷുഗറും 1/4 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ്. അത് കുറച്ച് നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ക്രീമാക്കി കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വരെ ക്രീമാക്കി കൊടുക്കുക. വീണ്ടും ഒരു ലെയർ വെക്കുക, ഷുഗർ സിറപ്പാക്കി കൊടുക്കുക, പിന്നെ ക്രീമാക്കി കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ 3 ലെയറും ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ അവസാനം കേക്ക് ഫുള്ള് കവറാവുന്ന വിധത്തിൽ ക്രീമാക്കി കൊടുക്കുക, സൈഡിലും മുകളിലോട്ടുമെല്ലാം. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ്ങോടെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലോട്ടും സൈഡിലോട്ടുമെല്ലാം നേരത്തെ മാറ്റി വെച്ച ക്രംസ് ഇട്ട് കൊടുക്കുക. നല്ലോണം കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് തിന്നായിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ ഫുള്ള് കവറാക്കിയാലും നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടി കുറച്ച് പാകം വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ള് കവറാക്കി എടുക്കാം, ക്രംസ് ഇട്ട് കൊടുത്ത്. അങ്ങനെ ചെയ്താലും നല്ല ഭംഗിയുണ്ട്. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം, നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.